UDF സർക്കാർ നടപ്പാക്കിയ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര കേരളത്തിലെ സ്വകാര്യ ബസ് വ്യവസായത്തെയും തൊഴിലാളികളെയും വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നതെന്ന് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ വാർഷിക സമ്മേളനം AIRTWF അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ് CK ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾഡ് കിങ് ഉണ്ട്. ഗോൾഡ് കിങ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. മെയിൻ ജംഗ്ഷൻ, ഉപ്പള. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. ഓട്ടോ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ സിന്ദാബാദ്, ഓട്ടോ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സിന്ദാബാദ്, ഓട്ടോ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ സിന്ദാബാദ്, ഓട്ടോ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സിന്ദാബാദ്. വാർഷിക സമ്മേളനം സിന്ദാബാദ്, വാർഷിക സമ്മേളനം സിന്ദാബാദ്, വാർഷിക സമ്മേളനം സിന്ദാബാദ്, വാർഷിക സമ്മേളനം സിന്ദാബാദ്. ജൂലൈ 12 സിന്ദാബാദ്, ജൂലൈ 12 സിന്ദാബാദ്. UDF സർക്കാർ നടപ്പാക്കിയ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര കേരളത്തിലെ ബസ് വ്യവസായത്തെയും തൊഴിലാളികളെയും അവരുടെ കുടുംബത്തെയും വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നതെന്ന് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ വാർഷിക സമ്മേളനം അഭിപ്രായപ്പെട്ടു. സ്വകാര്യ ബസ് വ്യവസായത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കുന്നതിന് നടപടി വേണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ധനവില വർധനവ് മൂലം ബസ് വ്യവസായം നിർത്തലാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ മോട്ടോർ വാഹന നിയമ ഭേദഗതി പിൻവലിക്കുക, ലേബർ കോഡ് ഒഴിവാക്കുക, ബസ് സ്റ്റാൻഡുകളിൽ സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. AIRTWF അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ് CK ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പാചകവാതകത്തിൻ്റെ വില വർധന, എണ്ണയുടെ വില വർധന, CNGയുടെ വില വർധന, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധന, ഇതുണ്ടാക്കുന്ന സമ്പദ്ഘടനയുടെ പ്രത്യാഘാതം എന്നുള്ള നിലയിൽ ഇന്ത്യയിലടക്കമുണ്ടായിട്ടുള്ള പണപ്പെരുപ്പത്തിൻ്റെ ഭാഗമായി രൂപയുടെ മൂല്യക്കുറവിൻ്റെ പ്രത്യാഘാതമായി നാം വാങ്ങുന്ന സാധന വിലയുടെ കയറ്റം എല്ലാം കൂടി ഒരു തൊഴിലാളികളെ വല്ലാത്ത പരുവത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് വരുമാനം കുറയുകയാണ്, മറുഭാഗത്ത് ചെലവ് കൂടുകയാണ്. രൂപയുടെ മൂല്യം കുറയുക എന്ന് പറഞ്ഞാൽ ഇന്നലെ വാങ്ങിയ സാധനം അതേ അളവിൽ ഇന്ന് അതേ തുകയ്ക്ക് കിട്ടാതെ വരിക എന്നതാണ്. എൻ്റെ കൂലി 100 രൂപയാണ്. ഇപ്പോൾ രൂപയുടെ മൂല്യം 100ഓളം താഴുക എന്ന് പറഞ്ഞാൽ ഇന്ന് അതേ സാധനം വാങ്ങണമെങ്കിൽ 120 രൂപ വേണം. 5 കിലോ അരി, 1/2 കിലോ പഞ്ചസാര എന്ന കണക്കിലെടുത്തു കഴിഞ്ഞാൽ പോലും 20% വർധനവുണ്ടാകുമ്പോൾ എൻ്റെ കൂലി അതിനനുസരിച്ച് കൂടിയില്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യാഘാതം എൻ്റെ കൂലി വെട്ടിക്കുറയ്ക്കുന്നതിന് സമാനമാണ്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ, യൂണിയൻ സംസ്ഥാന സെക്രട്ടറി KK കലേശൻ, ജില്ലാ സെക്രട്ടറി ഗിരി കൃഷ്ണൻ, K. രവീന്ദ്രൻ, കാറ്റാടി കുമാരൻ, T. ബാബു, KV രാഘവൻ, AR ധന്യവാദ്, K. പ്രഭാകരൻ, പ്രശാന്ത് കരിച്ചേരി, രാജൻ കരിച്ചേരി, K. പ്രദീപൻ, N. നാരായണൻ, സത്യജിത്ത് പെരിയ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി മാധവൻ മണിയറയെ പ്രസിഡന്റായും അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ, പ്രശാന്ത് കരിച്ചേരി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, ഗിരികൃഷ്ണനെ സെക്രട്ടറിയായും, രാജൻ കരിച്ചേരി, പ്രദീപൻ ചെറുവത്തൂർ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും, K. പ്രഭാകരനെ ഖജാൻജിയായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.